നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. താങ്ക്സ്. നമുക്കറിയാം പൊതുവെ നമ്മൾ മലയാളികള് കുറെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീനൊക്കെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നവരാണ്. അതൊരു വലിയ എക്സാമ്പിളാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ്, സംസാരിച്ച വലിയ പരിപാടികൾ, നമ്മുടെ ഈവന്റ്സ്, കേരളത്തിലുടനീളം നടക്കുന്ന ഈവന്റ്സ്. ആൻഡ് ഒരുപാട് കലാകാരന്മാരാണ് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ കലാകാരന്മാരെ ആസ്വാദകരിലേക്ക് എത്തിക്കുന്ന ഒരു വലിയൊരു മഹത്തായ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം പ്രൊഫഷണൽസ് നമ്മുടെ ഇടയിലുണ്ട് അല്ലെ, നമ്മുടെ സ്വന്തം കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടുകൂട്ടമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ എത്തിയിരിക്കുന്നത് ഓൾ പ്രൊഫഷൻ പ്രോഗ്രാം ഏജൻസ് ആയ ചേട്ടന്മാരാണ്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെല്ലാവരും ആർട്ടിസ്റ്റുകൾ നമ്മളെല്ലാവരും ഒരുപാട് കോർഡിനേറ്റേഴ്സുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ, ഒരുപാട് വർക്ക്സ് നമുക്ക് കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇവർ വളരെ സീനിയർ ആണല്ലേ. ഇപ്പം ഞാനോ എലിനെയോ ആലിസോ ശ്രീവിദ്യ ഒന്നും ഇവരോടൊപ്പം വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും അഖിലേട്ടനും കുട്ടികളും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് നിങ്ങൾക്ക് മേ ബി അവരോട് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് അവരിവിടെ എത്തിയിരിക്കുന്ന നല്ലൊരു സീസൺ ടൈമിലാണ്, ഒരു ഓണാഘോഷം അല്ലെ ഓണം സീസണിന്റെ ടൈമിലാണ് ഇവർ എത്തിയിരിക്കുന്നത് അല്ലെ കുട്ടി? അല്ല, ഇതിലിപ്പോ ഡയാന പറഞ്ഞൊരു വേർഡുണ്ട്, ഇവന്റ്സ്. അതായത് ഇവന്റ്സ് എന്ന് പറയുന്നത് പുതിയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ള പരിപാടികൾ. അപ്പൊ എനിക്ക് നിങ്ങളോടാണ് കേട്ടോ കാര്യം, ഈ ഉത്സവപ്പറമ്പിലെ സാധാ പരിപാടി ബുക്കിംഗ്, പ്രോഗ്രാം ബുക്കിംഗ് ഏജൻസീസിൽ നിന്ന് ഇന്ന് കുറച്ച് മാറ്റങ്ങൾ എല്ലാ സംഭവങ്ങൾക്കും എല്ലാ കാലഘട്ടത്തിലും മാറ്റങ്ങൾ വരും. അതിൽ ഇപ്പോഴാണ് ഈ ഇവന്റ് വന്നത്. ഇതിലെന്താ നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം പറയാമോ? ഈ പ്രോഗ്രാം ബുക്കിംഗ് ഏജൻസീസിൽ നിന്ന് ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളിലോട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം? ഇന്നത്തെ കാലത്ത് ആക്ച്വലി നമ്മൾ ഏജന്റ് എന്ന് പറയുന്ന വാക്കിനോട് ഒരു ചേഞ്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാണുന്ന സ്റ്റേജ്, ഈ ഒരു ഫ്ലോറ്, ലൈറ്റ്, LED വാള്, അതുപോലെ ഈ ആർട്ടിസ്റ്റ് എല്ലാം മാനേജ് ചെയ്യുന്നത് ഒരു സിംഗിൾ പേഴ്സൺ ആണ്. അതായത് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്ത് അത് ഓർഗനൈസ് ചെയ്ത് അതിലേക്ക് ആർട്ടിസ്റ്റിനെ പ്ലേസ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് സക്സസ് ആക്കുന്ന ഒരാളാണ് ആക്ച്വലി കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഏജന്റ് എന്ന് പറയുന്ന വാക്കിനേക്കാൾ ഉപരി ഇവന്റ് കോർഡിനേറ്റർ എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലത്ത് ആ ഒരു ജോബിന്റെ ഒരു പ്രസക്തി. ഇപ്പം നിങ്ങൾ ഇത്രയധികം വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവരാണ്, ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ആണോ? അതായത് ഇപ്പോഴും നല്ലൊരു ഉപജീവന മാർഗ്ഗമായിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ കൊണ്ടുപോകാൻ സാധിക്കുന്നു? ഇപ്പം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയൊരു ഇൻഫ്ലുവൻസും കൂടിയൊക്കെ ഉണ്ട്. അപ്പം അതിലേക്കൊക്കെ ആസ്വാദകരുടെ ശ്രദ്ധ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ച് ഈ മേഖലയിൽ ഇപ്പം ഫേസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മുമ്പത്തെ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അത് പ്രൊഫഷണലായിട്ട് തന്നെ മുന്നോട്ട് പോകാന്ന് വെച്ചാൽ ശ്രദ്ധിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ആണ് ഈ ഫീൽഡ്. അത് ഇപ്പൊ ചെറുപ്പക്കാരായ ആളുടെ ഏജൻസിയിൽ ഈ ഫീൽഡിലേക്ക് വരുന്നില്ല, അതാണ് ഇതിന്റെ സത്യം. അതെയോ? കോമ്പറ്റീഷൻ അല്ലെന്നാണോ പറയണേ? ഇപ്പം ചെറുപ്പക്കാരും വരുന്നില്ല. ഇപ്പൊ ഒരു 40-45 ഏജിന് മേൽപ്പെട്ടുള്ള ആൾക്കാരെ ഈ ഫീൽഡിലുള്ളൂ. ചേട്ടൻ 45 വയസ്സിന് മുകളിലോട്ടുള്ളവർ ഇതിലുള്ളൂ എന്ന് പറയുമ്പോ തൊട്ടടുത്തൊരു ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ടേ ഒരു ചിരി, നിങ്ങൾക്ക് അത്ര ആയില്ലല്ലേ എനിക്ക് തോന്നി. അല്ല, വേറെ കാര്യം എന്താണെന്ന് അറിയാമോ, പണ്ട് കുറച്ച് കാലം മുമ്പ് നമ്മളൊക്കെ ട്രൂപ്പിൽ കഴിയുന്ന സമയത്ത് വെച്ചാൽ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. ഒരു സീസണിൽ 150-200 പരിപാടി കളിക്കും. പുലിപ്പാറ നമ്മളൊക്കെ ഒരുമിച്ച് പരിപാടി കളിച്ചിട്ടുള്ളത്. ഇന്നെന്ന് പറഞ്ഞാൽ അത്രയും ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ തന്നെ ഈ ഇതൊക്കെ ചാനലുകളൊക്കെ വന്ന് ആൾക്കാർ നേരിട്ട്, അതായത് ഉത്സവപ്പറമ്പിൽ ആള് കുറഞ്ഞ്, പണ്ട് പേപ്പറും വിരിച്ച് ഫ്രണ്ടിൽ ചപ്പടഞ്ഞിരുന്നാണ് പരിപാടി കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ കസര ഇട്ടിട്ട് കൊടുത്താലും ആൾക്കാർ വന്ന് കാണാതിരിക്കില്ല. കാരണം അവർ ഫോണിൽ കാണാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്, TV കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ആൾക്കാർ കുറഞ്ഞു അല്ലേ അണ്ണാ? കുറച്ച് ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആൾക്കാർക്ക് സമയമില്ല ഒരു ഫാമിലി ആയിട്ട് പുറത്തു പോവുക. ഒരു സപ്പോസ് വൈഫ് ഫ്രീ ആണെങ്കിൽ ഹസ്ബൻഡ് ഇല്ല, കുട്ടികൾ ഫ്രീ ആണെങ്കിൽ അച്ഛനമ്മ ഫ്രീ ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു മാതിരി, പണ്ട് എങ്ങനെയായിരുന്നു, ഒരു ഫുൾ നമ്മൾ തറവാട് മുഴുവൻ ഒരു ഉത്സവത്തിന് പോവാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമില്ലല്ലോ, നമുക്കും സമയമില്ലല്ലോ. അതെ. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്, അഖിലേട്ടനും കുട്ടികളും അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും പരിപാടി പൊളിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അതിന്റെ ശേഷമുള്ള കാര്യം ആരെങ്കിലും ഒരു ചേട്ടൻ എന്ന് പറയുന്ന കേട്ടോ. കിട്ടിയിട്ടുണ്ട് പലർക്കും. അതെ, അനുഭവസ്ഥരാണ്. നമ്മളെ പുറത്തെ പരിപാടികളിൽ പൊളിഞ്ഞു പോയിട്ട് ഓടിച്ചിടിച്ചിട്ടുണ്ട്, സംഭവിച്ചിട്ടുള്ളതാണ്. പൈസ കിട്ടില്ല, പൂട്ടിയിടും. അതെ, പൂട്ടിയിടും, ഉറപ്പാണ്. എന്തെങ്കിലും കാരണവശാല് പരിപാടി പൊളിഞ്ഞു പോയാൽ തീർച്ചയായിട്ടും അവര് ഇടി ചിലപ്പോൾ കിട്ടില്ല, പക്ഷെ പൂട്ടിയിടും. പൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പരിപാടി പൊളിഞ്ഞു പോയാലല്ല, ചിലപ്പോ ഈ വൈകി എത്തുന്ന അവസ്ഥയിലൊക്കെ ഉണ്ടാവുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെയാ പ്രതികരിക്കാറ്? എന്താ ചെയ്യാൻ പറ്റുക, എന്താ ചെയ്യാറ്? അതില് ചെയ്യാനായിട്ട് വേറൊരു മാർഗം ഒന്നുമില്ല.
പിന്നെ പറയുന്നത് അവർ ഒരു ആക്രമിക്കുക അല്ലെങ്കിൽ ഇടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർ കുറേ നേരം കഴിയുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ തുറന്നു വിടും. അത് ഉറപ്പാണ്.